എന്താ പേര്? പ്രകാശ്. അപ്പൊ ഇവിടെ നമ്മളെ ഫുഡ് ബിരിയാണി ഇതൊക്കെ വെക്കാൻ പഠിക്കാനും ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് വന്ന് അപ്പോ ഇവിടെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയുമ്പോഴാണല്ലോ അറിയാൻ പറ്റുക. നേരിട്ട് ഇതുവരെ കഴിച്ച ബിരിയാണിയും ഇവിടെ നിന്ന് കഴിച്ച ബിരിയാണി തമ്മിൽ എന്താണ് നിങ്ങൾക്ക് ഉണ്ടായ ഒരു ശരിക്കും സത്യസന്ധമായ അഭിപ്രായം? അതാണ് പറയണ്ടോ? പറയും. എനിക്ക് പറയാനുള്ളത്, ഞാൻ പലയിടത്തായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ബിരിയാണി, ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പാലക്കാട് കഴിച്ചിട്ടുള്ളതില് റാവുത്തർ ബിരിയാണി അടിപൊളിയാണ്. മറ്റേ NMR ബിരിയാണി അടിപൊളിയാണ്. അതിനേക്കാളും ഏറ്റവും ബെറ്ററായി തോന്നിയത് തലശ്ശേരി ബിരിയാണി ഇവിടുന്ന് കഴിച്ചാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ മന്തിയും കുഴപ്പമില്ല. മന്തി ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, കഴിച്ചു നോക്കിയിട്ടില്ല. ഫുള്ളായിട്ട് അടിപൊളിയാണ്, വേറെ ലെവലുണ്ട്. അതെ. തലശ്ശേരി ബിരിയാണി ഒരുപാട് സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് തലശ്ശേരി ബിരിയാണി അല്ലേ, പുറത്തൊരു പേരിട്ടത് ചിലപ്പോ ബിരിയാണി ഉണ്ടാക്കി അങ്ങനെയാണ് ഫീൽ തോന്നിട്ടില്ല. അതെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇവിടുന്ന് കഴിക്കുമ്പോഴാണ് തലശ്ശേരി ബിരിയാണി ഇങ്ങനെ ടേസ്റ്റ് ഉണ്ട്, ഇങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടില് പലരും അങ്ങനെ തന്നെയാണ്. ബിരിയാണി സത്യത്തിൽ ദം ബിരിയാണി കഴിച്ചവർ നമ്മുടെ നാട്ടിലില്ല എന്ന് തന്നെ പറയാം, വളരെ ചുരുക്കമാണ്. പിന്നെ ഇപ്പൊ നേരിട്ടിട്ട് കിച്ചണിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ പഠിക്കാനല്ലോ. അപ്പൊ നിങ്ങൾ ഉദ്ദേശത്തിൽ നിന്ന് നിങ്ങൾക്ക് മീൻസ് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് പലരും പഠിക്കുന്നുണ്ട്. ഈ നേരിട്ട് പഠിച്ചാൽ എത്രത്തോളം അത് ഗുണമുണ്ട് എന്നാണ് തോന്നുന്നത്? നേരിട്ട് പഠിക്കുന്നതിന്റെ ഇത് വേറെ ഗുണം വേറെ തന്നെയാണ്. അതായത് എങ്ങനെ പറയാ, യൂട്യൂബ് ഞാൻ യൂട്യൂബ് നോക്കിയിട്ട് ഇങ്ങനെ ബിരിയാണി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താ പറയാ, വേവിന്റെ കാര്യത്തിലും പിന്നെ മിക്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോ വേരിയേഷൻ മിസ്റ്റേക്ക് ഒക്കെ വരും. അപ്പൊ ഇവിടെ നേരിട്ട് പഠിക്കുമ്പോ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞങ്ങളെ അളവ് എങ്ങനെയുണ്ട്? അതെ, അടിപൊളി. എത്ര ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും ശരിക്കും പഠിച്ചു കഴിഞ്ഞാലൊരു മിനിമം ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാം നല്ല രീതിക്ക്. ഞങ്ങളാ പഠിപ്പിക്കുന്ന മെത്തേഡ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അടിപൊളി. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. പിന്നെ വീട് കുടുംബമൊക്കെ എവിടെയാണ്? എന്റെ വീട് അട്ടപ്പാടിയാണ്. ഫാമിലി അമ്മ, അച്ഛൻ, ഏട്ടൻ, അനിയത്തി. എന്താണ് നിങ്ങളുടെ അടുത്തൊരു ഫ്യൂച്ചർ ലക്ഷ്യം? എന്റെ ഫ്യൂച്ചർ ലക്ഷ്യം പറഞ്ഞാല്, ഞാൻ ഒരു ചെറിയ വ്ളോഗർ കൂടെ ആയിരുന്നു. അപ്പോ അതിന്റെ ചെറിയൊരു സ്റ്റേറ്റ് ഞാൻ നിർത്തി. നമുക്ക് റീച്ച് ഒന്നും ആവണില്ല. അപ്പൊ യൂട്യൂബ് വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാന്നൊക്കെ ആയിരുന്നു പ്ലാന്. പിന്നെ ഇപ്പോ ഇവിടെ എത്തിയതോടുകൂടി എന്റെ പ്ലാനിങ് ഒക്കെ മാറി. ഇപ്പൊ ബിരിയാണി കട വെക്കണം എന്നൊക്കെയാണ് പ്ലാൻ. ബിരിയാണി കട വെക്കണം, തീർച്ചയായും ഉറപ്പായിട്ട് വെക്കും. ബിരിയാണി കട എവിടെ വെക്കും? അട്ടപ്പാടിയിൽ തന്നെ. അപ്പൊ അട്ടപ്പാടിയിൽ നല്ല അടിപൊളി വെറൈറ്റീസ് ഓഫ് ബിരിയാണി കഴിക്കാം. പിന്നെ ബിരിയാണി അരികളെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പറയണ്ടല്ലോ, അരികളെ കുറിച്ചൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഇതുവരെ ധരിച്ചിട്ടുണ്ടായിരുന്നതും ഇവിടെ വന്നപ്പോ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പെരിമെന്റ് എന്താ? ഈ അരികളെ കുറിച്ച് നിങ്ങൾക്ക് കാണും, ഓരോന്നിനും ഓരോ വെറൈറ്റി ആണല്ലോ. ഇവിടുത്തെ ബെസ്റ്റ് ക്വാളിറ്റി അരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. നമ്മള് എന്താ പറയാ, വീട്ടിൽ നിന്ന് വെച്ചിരിക്കുന്നത് അതൊക്കെ ലോക്കലായിട്ട് അങ്ങനെയൊക്കെ. ഇങ്ങനെയൊക്കെ അരികളുണ്ട് മുമ്പ് അറിയായിരുന്നോ? ബസുമതി കേട്ടിട്ടുണ്ട്, പേര് കേട്ടിട്ടുണ്ട്, പക്ഷെ അറിയില്ല. പൊതുവായിട്ട് നമ്മുടെ നാട്ടില് മന്തിയൊക്കെ ഉണ്ട്. മന്തികളൊക്കെ കഴിച്ചിട്ടുണ്ടോ? മന്തി ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്. അപ്പൊ മന്തിയൊക്കെ നിങ്ങൾ അങ്ങനെ കഴിച്ചപ്പോ നിങ്ങക്ക് ഇവിടെ വന്ന് കഴിച്ചപ്പോ എന്താ ഫീൽ തോന്നിയത്? ഇവിടെ വന്ന് കഴിച്ചപ്പോ അതാണ് ബെസ്റ്റ് മന്തിയായി ഞാൻ പറയുന്നു. ക്വാളിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നാമത് ഇത് മലപ്പുറം ഏരിയ അല്ലേ, അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇതുണ്ടാവും, ഗുണം. അതെ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ ബിരിയാണി പഠിക്കുന്നതൊക്കെ നമ്മളൊരു ഗുരുമുഖത്ത് തന്നെ പോയി പഠിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതെ, അത് ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതെ, നമ്മള് സാധാ വെക്കുന്ന പോലെയല്ല, മറ്റേ ഒരു ഗുരുവിന്റെ അടുത്ത് പോയി പഠിച്ച് ഉണ്ടാകുന്ന വ്യത്യാസം. അതെ, വ്യത്യാസം. ഫുഡ് ഉണ്ടാക്കുന്നതിൽ എല്ലാ ദിവസവും നിങ്ങൾ ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോ അണ്ടർ ഓഫ് ട്രെയിനിങ് ആണ്. അതിൽ നിങ്ങൾക്ക് ഇപ്പൊ ഓരോ ദിവസം ചെല്ലും തോറും ക്ലാരിറ്റി കൂടി വരുന്നുണ്ടോ? പിന്നെ ഞങ്ങളെ ഈ ട്രെയിനിങ്ങിലെ ഇതിന്റെ ഒരു സിസ്റ്റം ട്രാക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ടൈമിങ്. അപ്പോ രാവിലെ വന്നാൽ ആദ്യം ഇത് ചെയ്യണം, അടുത്തത് ചെയ്യണം, അങ്ങനെ ഉള്ള ആ ടൈം ട്രാക്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കേട്ടിട്ട് ഇപ്പോ കുറച്ച് ദിവസമായി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ടൈം ട്രാക്കും ആ ടൈം ട്രാക്കിൽ പോയാലേ നമുക്ക് നല്ലൊരു
ഔട്ട്പുട്ട് ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റില്ല. അതെ ആ ടൈമിങ് നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതെ അങ്ങനെ തന്നെ സക്സസ് ആവും തോന്നുന്നു? ശരി ശരി. എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ടൈമിങ് വേണമല്ലോ. ആ ടൈമിങ് ഒത്തുപോയെങ്കിലാണ് സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്തായാലും വിജയിക്കട്ടെ. നിങ്ങൾ ബിരിയാണി കടയൊക്കെ തുടങ്ങുക, അട്ടപ്പാടിക്കാരും ലോകം മുഴുവൻ നിങ്ങളുടെ ബിരിയാണി ഫേമസ് ആവട്ടെ. നന്നായി പഠിക്കുക, പ്രവർത്തിക്കുക, നല്ല ഭക്ഷണം ആളുകൾക്ക് കൊടുക്കുക, അത് തന്നെയാണ് വിജയം. താങ്ക് യു.